ഇത്തരത്തിലുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ടെലഗ്രാമിൽ ഈ അടുത്ത് വളരെയധികം ലഭിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പെന്നും നിങ്ങൾ സിനിമ ഡൗൺലോഡ് ചെയ്യുന്ന ഗ്രൂപ്പും ഒരുപക്ഷെ ടെലഗ്രാം ഇതുവരെ ഉപയോഗിക്കാത്ത ആൾക്കാർ വരെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് ചില എക്സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ട് ഹാക്കായി. അതെ, നിങ്ങളുടെ ടെലഗ്രാം അക്കൗണ്ട് ഹാക്കായിരിക്കുന്നു. പേടിക്കേണ്ട, ഇത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന സെറ്റിങ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇത്തരം ട്രാപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഫോളോ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കൂട്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണെന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നിങ്ങൾ കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങളുടെ ഫോണിലാണെങ്കിലും സെയിം സെറ്റിങ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഡയറക്റ്റ് സെറ്റിങ്സിൻ്റെ അകത്തേക്ക് പോവുക. സെറ്റിങ്സിൻ്റെ അകത്ത് പോയതിനു ശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയിട്ട് പാസ്കോഡ്, ഇതിപ്പോൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പാസ്കോഡ് ആയിരിക്കും. ആൻഡ്രോയിഡ് ആണെങ്കിലും അതിൽ പാസ്വേഡ് എന്നായിരിക്കും. അതിൽ പാസ്കോഡ് ടേൺ ഓൺ ചെയ്യുക. ഇതിൽ പിന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനിപ്പോൾ ഇതിനൊരു പാസ്കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, എൻ്റെ അടുത്ത പാസ്വേഡ്. ഇപ്പോൾ ഇതിലിപ്പോൾ പാസ്കോഡ് ടേൺ ഓഫ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓഫ് എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ടേൺ ഓൺ ചെയ്യുക. പിന്നെ അൺലോക്ക് ID വിത്ത് ഇഫ് യു ആർ എവേ ഫോർ 1 hour, ഇത് ഓട്ടോ ലോക്ക് ഓപ്ഷനാണ്. ഇതും എനേബിൾ ചെയ്തിടുക. അപ്പോൾ ടച്ച് IDയിൽ എവറി 1 hourൽ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ഇതിന് ലോഗ് ഔട്ട് ചെയ്യും. ഇനി ഇവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളതുണ്ട്. ഇത് ഓൺ ചെയ്തിടുക. ഇതിന് പാസ്വേഡ് അടിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതിനൊരു പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നിങ്ങളിവിടെ പാസ്വേഡ് കൊടുക്കുക. ഈ 2 ഫീച്ചറും ചെയ്തതിന് ശേഷം തൊട്ടിവിടെ ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ കാണുന്നത്. ഇവിടെ ഇപ്പോൾ എൻ്റെ ടെലഗ്രാം 2 അക്കൗണ്ടുകളിലാണ് ലോഗിൻ ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ 2ൻ്റെ പേര് കാണാം. ഫോണിലും അതേപോലെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഐപാഡിലുമാണ് ലോഗിൻ ആയിട്ടുള്ളത്. നിങ്ങളിൽ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിൽ ഇതേപോലെ ലോഗിൻ കാണിക്കുന്നുണ്ട്, ടെർമിനേറ്റ് ഓൾ അതർ ഡിവൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സിസ്റ്റം ഇത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ ഈ ടെർമിനേറ്റ് ഓൾ അതർ സിസ്റ്റം കൊടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡും ഇതും സെറ്റ് ചെയ്തെന്ന് ഉറപ്പ് വരുത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ഈ സിസ്റ്റം കൂടി ടെർമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ആക്സസ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് അഡ്മിൻ പവർ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ലാസ്റ്റാണ് ഈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് വിൻഡോസിൻ്റെ കേസിൽ. വിൻഡോസിൻ്റെ സിസ്റ്റത്തിൽ ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സിലേക്ക് വരിക. അതിനുശേഷം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. തന്നെ നമ്മൾ ആദ്യം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അതുപോലെ ലോക്കൽ പാസ്കോഡും. ഇതാണ് നമ്മൾ ഫോണിൽ ചെയ്തത്. അതേ സെയിം സെറ്റിങ്സ് തന്നെ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ലോക്കൽ പാസ്കോഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒരു പാസ്കോഡ് കൊടുത്തു. അതിൽ നിന്ന് റീ എൻ്റർ ചെയ്യുക. സേവ് ദ പാസ്കോഡ്. ലോക്ക് ഓപ്ഷൻ ഫോണിലുള്ള അതേ ഓപ്ഷൻ എവിടെയുണ്ട്. 1 hour, 1 minute, 5 minute ഒക്കെ ഉണ്ട്. സിസ്റ്റത്തിൽ ബെറ്റർ ഒരു 5 minute ഒക്കെ കൊടുക്കുന്നതാണ്. ഞാനിത് പേഴ്സണൽ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ 1 hour ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ആക്റ്റീവ് സെഷൻസ്. ഇതിലാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസാണെന്ന് കാണിക്കുന്നത്. ഇതിലിപ്പോൾ ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ പേരാണ് ഇവിടെ കാണിക്കുന്നത്. ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്, ഹൈദരാബാദ്, ഇന്ത്യ. അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് അല്ലെങ്കിൽ അതേപോലെ ഡിസേബിൾ ചെയ്യുന്ന ഓപ്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇഫ് ഇൻആക്റ്റീവ് ആണെങ്കിൽ ഇതിനുള്ള ഓട്ടോമാറ്റിക് ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇത്രയും ഫീച്ചേഴ്സാണ് വിൻഡോസിൻ്റെ കേസിലുള്ളത്. 4 വർഷം മുമ്പ് വാട്സപ്പ് ഇങ്ങനെ ഒരു വില്ലനായ സമയത്ത് നമ്മൾ വാട്സാപ്പിലെ ഫിഷിങ്ങിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ സ്പൈറോ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കാണുക. അങ്ങനെ URLനെ കുറിച്ചുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഇത്തരം അനുഭവം ടെലഗ്രാമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.